ക്യാൻസർ വരാതിരിക്കാൻ ഉതകുന്ന ചില ജീവിതശൈലി മാർഗങ്ങൾ ഏവ എന്ന ചുരുക്കത്തിൽ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാൻസർ വരാതിരിക്കാൻ ഉതകുന്ന ചില ജീവിതശൈലി മാർഗങ്ങൾ ഒന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ എപ്പിസോഡിൽ. സിഗരറ്റ്, ബീഡി, പാൻ മസാല, മുറുക്ക്, മദ്യപാനം എന്നിവ പൂർണ്ണമായും ഉപേക്ഷിക്കുക. ഭക്ഷണത്തിൽ ഇലക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക. കൊഴുപ്പ് കുറഞ്ഞതും നാര് കൂടിയതുമായ ആഹാര സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. റെഡ് മീറ്റ്, അതായത് പന്നി, ആട്, പശു, കാള, പോത്ത് ഇവയുടെ ഉപയോഗം കുറയ്ക്കുക. കൂടുതൽ എരിവും ഉപ്പുമുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. കൂടുതൽ പൊരിച്ചതും കരിച്ചതും പുകച്ചതുമായ ആഹാര പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. ശരീരഭാരം കൂടാതെ സൂക്ഷിക്കുക. വറുക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ 2 പ്രാവശ്യത്തെ ഉപയോഗം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക. ചെറുപ്രായത്തിലെ ലൈംഗിക ബന്ധം തുടങ്ങാതിരിക്കുക. വിവാഹപ്രായം 20 വയസ്സിന് മുകളിലാക്കുക. ഒറ്റ പങ്കാളിയുമായി മാത്രം ലൈംഗിക ബന്ധം പുലർത്തുക. കെട്ടുറപ്പുള്ളതും ആരോഗ്യകരവുമായ ദാമ്പത്യ ജീവിതം നയിക്കുക. ലൈംഗിക ജീവിതം നയിക്കുന്ന സ്ത്രീകൾ പാപ്സ്മിയർ ടെസ്റ്റിന് വിധേയമാകുക. ആദ്യ പ്രസവം 30 വയസ്സിന് മുമ്പ് ആയിരിക്കുന്നത് നന്ന്. കുട്ടികളെ മുലയൂട്ടുക. സ്വയം സ്തന പരിശോധന നടത്തുക. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ മാമോഗ്രാഫി പരിശോധനയ്ക്ക് വിധേയമാകുക. നിലവാരം കുറഞ്ഞ ചായങ്ങളും പ്രിസർവേറ്റീവുകളും ഉള്ള ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. സ്ഥിരമായി വ്യായാമം ചെയ്യുക. മാനസിക സമ്മർദ്ദം, സ്ട്രെസ് വേണ്ടവിധം കൈകാര്യം ചെയ്യുക. ഇനി സ്വയം പരിശോധനയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വയം പരിശോധനയിലൂടെ മുന്നോടികളായ ചില മാറ്റങ്ങൾ കാലേക്കൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കും. കേരളത്തിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് സ്തന ക്യാൻസർ. സ്ഥിരമായി സ്തനം പരിശോധിക്കൽ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഇത് രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള സാധ്യത കൂട്ടുന്നു. സ്തനങ്ങളിൽ കല്ലിപ്പോ മുഴയോ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. സ്തനത്തിൽ ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം ഏറി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യത്തിൽ സ്വയം സ്തനം പരിശോധനയുടെ പ്രാധാന്യം ഏറി വരുന്നു. സ്തനത്തിലെ മുഴകൾ അറിയുന്നതിനായി സ്ത്രീകൾ, പ്രത്യേകിച്ചും 30 വയസ്സ് കഴിഞ്ഞ എല്ലാവരും മാസത്തിലൊരിക്കൽ സ്വയം സ്തന പരിശോധന ചെയ്യണം. ആർത്തവമുള്ള സ്ത്രീകൾ ആർത്തവത്തിന് ശേഷം 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസമാണ് സ്വയം സ്തന പരിശോധന ചെയ്യേണ്ടത്. ആർത്തവം നിലച്ചവർ മാസത്തിലൊരിക്കൽ ഒരു നിശ്ചിത ദിവസം പരിശോധന നടത്തണം. കുളിക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും പറ്റിയ സമയം. ഇടത് കൈ തലയുടെ പുറകിൽ വെച്ചുകൊണ്ട് വലത് കൈ വിരലുകളുടെ ഉൾവശം കൊണ്ട് ഇടത് സ്തനം പരിശോധിക്കണം. സ്തനത്തിന് മുകളിൽ തുടങ്ങി സ്തനങ്ങൾക്ക് ചുറ്റും വൃത്താകൃതിയിൽ കൈ ചലിപ്പിച്ച് സ്തനങ്ങളിൽ മുഴയോ തടിപ്പോ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. കക്ഷത്തിലും കഴലകളോ തടിപ്പോ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വലത് സ്തനവും ഇപ്രകാരം പരിശോധിക്കണം. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകണം. ഇനി വായ പരിശോധനയ്ക്ക് എന്ത് ചെയ്യണം? വളരെ നേരത്തെ തന്നെ അപകട സൂചനയുടെ ചുവപ്പ് കൊടി കാട്ടി രക്ഷപ്പെടാൻ പരമാവധി സമയം നൽകുന്ന രോഗമാണ് വായിലെ ക്യാൻസർ. ആക്രമണകാരിയായ ക്യാൻസർ പ്രത്യക്ഷപ്പെടുന്നതിന് ഏകദേശം 5 മുതൽ 10 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ക്യാൻസറിന്റെ മുന്നോടിയായ രോഗലക്ഷണങ്ങൾ വായിൽ കണ്ടുവരുന്നു. വായ്ക്കുള്ളിൽ വെളുത്തതോ ചുവന്നതോ ആയ പാടുകളായോ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വ്രണങ്ങളായോ എരിവുള്ള ആഹാരം കഴിക്കാൻ തീരെ പ്രയാസമായോ ഉണ്ടാകാം. കേരളത്തിൽ പുകവലിക്കാരിൽ പ്രത്യേകമായി കണ്ടുവരുന്ന വായിലെ ഒരു മാറ്റമാണ് സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്. വായ്ക്കുള്ളിലെ തൊലി വരണ്ട് മൃദുത്വം നഷ്ടപ്പെടുകയും വലിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ വാ തുറക്കാനും നാക്ക് നീട്ടാനുമുള്ള ബുദ്ധിമുട്ടായോ ലക്ഷണങ്ങൾ ഉണ്ടാകാം. വായ വൃത്തിയായി കഴുകിയ ശേഷമേ പരിശോധന നടത്താവൂ. നല്ല പ്രകാശത്തിന് അഭിമുഖമായി നിന്ന് മുഖക്കണ്ണാടിയിൽ നോക്കിയാണ് പരിശോധിക്കേണ്ടത്. ആദ്യം കീഴ്ചുണ്ടും പിന്നീട് മേൽചുണ്ടും വിരലുകൾ കൊണ്ട് മലർത്തി നോക്കണം. 2 വിരലുകൾ കവിളിനുള്ളിൽ കടത്തി കവിളിൻ്റെ ഉൾഭാഗവും മോണയും കവിളും ചേരുന്നിടവും പരിശോധിക്കുക. 2 കവിളുകളും പരിശോധിക്കുക. നാവിൻ്റെ മുകൾ ഭാഗവും വശങ്ങളും നോക്കിയ ശേഷം നാവ് ഉയർത്തി നാവിനടിയിലും വായുടെ കീഴ്ത്തട്ടും പരിശോധിക്കണം. ഒടുവിൽ വായുടെ മേൽത്തട്ടും അണ്ണാക്കും തൊണ്ടയും ടോൺസിലുകളും നോക്കണം. സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ ഡോക്ടറെ കൊണ്ട് സംശയ നിവാരണം നടത്തണം. ഈ കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ ക്യാൻസറിൻ്റെ കാരണങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ
മനുഷ്യനെ ഏറ്റവും തളർത്തുകയും മാനസിക വൈകാരിക സമ്മർദ്ദത്തിന് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാൻസർ വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ രോഗത്തെ തടയാൻ തന്നെ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.